ചെറുതായിട്ടൊക്കെ. ആ നീയേ കണ്ടു പഠിക്ക് കേട്ടോ. കല്യാണത്തിന് കഴിഞ്ഞ് 1 വർഷം, അതായത് ആദ്യത്തെ വിവാഹാർച്ചയും ആഘോഷിക്കുന്നത് സ്വന്തം കുഞ്ഞിന്റെ കൂടാ. അങ്ങനെയാ വേണ്ടേ. നീയൊക്കെ ഇതൊക്കെ കണ്ടു പഠിക്ക്. നീയും ഉണ്ട് അവനും ഉണ്ട്. എത്ര കാലമായി ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. എവാടാ, ഒരു കാര്യമില്ല. ഇല്ല മോളെ, എന്തായി ട്രീറ്റ്മെന്റ് ഒക്കെ? ആ അതൊക്കെ അങ്ങനെ പോകുന്നു. ഇത് തന്നെയാ ഇപ്പൊ കേട്ടോ, ഇത് തന്നെയാ. ഒരു കാര്യത്തിനും ഒരു ഉഷാറില്ല. ഞാൻ പറഞ്ഞു 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 മടുത്തു. മനുഷ്യനൊരു ക്ഷമിക്കുന്നതിന് പരിധിയില്ലേ. ഈ നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും എല്ലാരും ചോദിക്കുന്ന എന്നോടാ. ഇതിൻ്റെ അടുത്ത് ആരും ചോദിക്കത്തില്ല. എന്നാ പിള്ളേരാവാത്ത 2 കൊല്ലം ആയില്ലേ കല്യാണം കഴിച്ചിട്ട്, എന്നാ നോക്കുന്നില്ലേ, ആർക്കാ കംപ്ലൈന്റ്? കേട്ട് കേട്ട് ഞാൻ മടുത്തു. പറയാവുന്നിടത്തൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ മനുഷ്യനൊരു എനിക്ക് എനിക്ക് മടുത്തെന്ന് പറഞ്ഞു. നിങ്ങളിങ്ങനെ ബേജാറാവാണ്ടിരിക്കുക. കുട്ടിയെ വെറുതെ പേടിപ്പിക്കണം എന്തിനാണ്? ഇതൊക്കെ ദൈവത്തിനൊരു സമയമുണ്ട്. ആ സമയമാകുമ്പോൾ അങ്ങോട്ട് തരൂ. എന്തിയാണിത്? എന്റെ പൊന്നിലല്ലേ, ഈ ദൈവം അനുഗ്രഹിക്കണേ എങ്ങനെയാ? ദൈവത്തെ വിളിക്കണം. ഇത് ഏത് നേരം മൊബൈലിൽ കുത്തിയിരിക്കാനാ ഇതുങ്ങൾക്ക് നേരമുള്ളൂ. അവന് കല്യാണത്തിന് മുന്നേ എന്തൊക്കെയോ ദൈവവിശ്വാസം ഉണ്ടായിരുന്നെ. ഇപ്പൊ അതുമില്ല. ഇവിടെ വന്നേ പിന്നെ തീരെയില്ല. എവിടെ പോകത്തില്ല, ദൈവത്തെ വിളിക്കത്തില്ല. ഏത് നേരം മൊബൈലിൽ കുത്തിയിരുന്ന് ഇങ്ങനെ വായും പൊളിച്ച് ചിരിക്കാൻ മാത്രം അറിയാം എൻ്റെ ഇടത്തില്. ഈ വിഷയം ഞാൻ വിട്ടതാന്ന് പറഞ്ഞ് വിട്ടത്.